2024 ശേഷം മോദി ജയ് ശ്രീരാം എന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഹി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എനി മോർ എന്നുള്ള സാധനം മോദി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ട്രോങ്ലി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മറുപടി ഞാൻ ജസ്റ്റ് തന്നെ പറയണോ? പാർലമെന്റിൽ ദിവസങ്ങളായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അഭാവം വല്ലാണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം അതില്ലാത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം കൂടിയാണ്. കാരണം നിരന്തരം ചോദിക്കുന്നു ഞങ്ങളുടെ അമിത്ഷാ എവിടെ എന്നുള്ളത്. പക്ഷേ ഇതേവരെ കേന്ദ്രം ഒരു മറുപടിയും കൊടുക്കുന്നില്ല. പലപ്പോഴും BJP ട്രോളുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ പല തെരുവുകളിലും രാഹുൽ ഗാന്ധിയെ കാണുവാനില്ല, കണ്ടു കിട്ടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ ഡൽഹിയിലും ഇന്ത്യയിലെ പല ഭാഗത്തും കണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വിദേശയാത്ര പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ. അപ്പം ഇന്ത്യയിലുണ്ടായിട്ട് പോലും ഒരു ആഭ്യന്തര വകുപ്പിനെ കാണാനില്ല എന്നുള്ളത് വലിയ തരത്തിൽ ചർച്ചാ വിഷയമാകുന്നു. മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റിലോട്ട് വരുന്നില്ല എന്നുള്ളത് അതിലേറെ വലിയ വിഷയം. കാരണം പിന്നെ അദ്ദേഹത്തിന് ഈ പദവി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഗൺ ഉപയോഗം. ബീഹാറിൽ ഈ പറഞ്ഞ പോലെ AK-47 ഉപയോഗിച്ചത്, മറ്റോടത് റബ്ബർ പൈലറ്റ് ഇവിടെ, പക്ഷേ ബീഹാറിൽ ഉപയോഗിച്ചത് AK-47. അത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ പോയായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം മറുപടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണം എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം പറയുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ എല്ലാം പാർലമെൻറ്റ് സ്പീക്കർ പോലും ഈ പറഞ്ഞ പോലെ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടാണ് നിലപാടെടുക്കാറുള്ളത്. പക്ഷേ ഇന്നലെ കാര്യങ്ങളെല്ലാം കൈവിട്ടുന്നു പോകുന്നു. ഉപരാഷ്ട്രപതി ഈ പറഞ്ഞ പോലെ CP രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞത്. അതായത് അമിത്ഷായോട് പാർലമെൻറ്റിലോട്ട് വരാൻ പറയൂ, ഇവർ ചോദിക്കുന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്, ഇതിന് അദ്ദേഹം മറുപടി പറയണം എന്നുള്ള രീതിയിലാണ്. അപ്പം അവിടെ കിരൺ റിജ്ജു മാക്സിമം അദ്ദേഹം ഈ പറഞ്ഞ പോലെ അമിത്ഷാ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിലോട്ടെല്ലാം പോകുന്നു. നമുക്കറിയാം ഇവരൊക്കെ അമിത്ഷാ BJP-കാരനാണ്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ പാർലമെൻറ്റിലെ സ്പീക്കറും എല്ലാവരും BJP-കാരാണ്. പക്ഷേ ഇത്തരത്തിൽ BJP-കാർക്കുള്ളിൽ രണ്ട് വിഭാഗമായി തിരിയുന്നു എന്നുള്ള ചോദ്യചിഹ്നം വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ CP രാധാകൃഷ്ണൻ പക്ക RSS ചായ്വുള്ളവരാണ്. അമിത്ഷാ RSS ഇതിലല്ല വന്നത്. അതെ, പക്ക RSS ഒരു വിഭാഗമായി തീർന്നു. മറുവശത്ത് BJP-ക്കുള്ളിലെ RSS ഒരു വിഭാഗവും മറ്റു BJP-കാർ വേറെ വിഭാഗത്തിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഇതൊന്നും കൂടാതെ തന്നെ പല ഭാഗത്തും ഇത്തരത്തിൽ BJP-ക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. അതിനിടയിലാണ് RSSൻ്റെ നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞത് യുവാക്കളെ കേൾക്കണം, അവർ പറഞ്ഞ പ്രശ്നങ്ങൾ ന്യായമായ കാര്യങ്ങളാണ്. ഇതെല്ലാം പാടെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. RSS BJP-ക്കുള്ളിൽ പല നേതാക്കന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പുറത്തു വരവ് ഞാൻ കണ്ടത് 2024 ലോക്സഭാ ഇലക്ഷനിൽ മോദി ഞാനൊരു ബയോളജിക്കൽ ഹ്യൂമൻ അല്ല എന്ന് പറഞ്ഞപ്പം ഇതിനെതിരെ രംഗത്ത് വന്ന RSSൻ്റെ നേതാവ് മോഹൻ ഭഗവത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് BJP-ക്കുള്ളിൽ അമിത്ഷയെ ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ NDA-ക്കുള്ളിൽ അമിത്ഷയെ ഒതുക്കാൻ വേണ്ടി ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പീക്കറോ ഉപരാഷ്ട്രപതിയൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറില്ല. അവർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാ കാര്യമൊന്നും പറയണമെന്നില്ല, അതിനുള്ള ബാക്കി മന്ത്രിമാർ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവർ സാധാരണ പറയാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നു. അമിത്ഷാ ഒറ്റപ്പെടുമോ? അമിത്ഷയ്ക്ക് കൂടെ ഇനി ആരായിരിക്കും സപ്പോർട്ടായിട്ടൊന്നുണ്ടാവും? സാറിന് എന്താ തോന്നുന്നു? താങ്കൾ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അമിത്ഷയെ ഒതുക്കാൻ നോക്കുന്നുവോ? ആരായിരിക്കും ഒതുക്കാൻ നോക്കുന്നത്? നമ്മുടെ എല്ലാ ഇത്തരം പ്രവർത്തനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ചാണക്യൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്നാമനായിരിക്കും, നമ്മളും കുതിരപ്പുറത്ത് എന്നാൽ കുതിരപ്പുറത്ത് ശക്തമായി നമ്മൾ മുമ്പോട്ട് പോകായിരിക്കും. പക്ഷേ എപ്പോഴും ഒരു കണ്ണ് തൊട്ട് പുറകിലുള്ള കുതിരക്കാരൻ്റെ മേൽ വേണം. തൊട്ട് പുറകിലുള്ളവൻ്റെ കാരണം എന്താ? ഒന്നാമത്തെ സ്ഥാനത്ത് എത്താൻ മറ്റവൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല. ഏതെങ്കിലും സമയത്ത് മറ്റവനെ ഇഷ്ടംപോലെ ഔറംഗസീബ് ആണെങ്കിൽ എത്രയോ പേര് ചേട്ടാനിയന്മാരെ അവരെ കൊന്ന് രാജ്യം നേടാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ശത്രുത ഇവിടെ ഇത്രക്കാലതിൻ്റെ ആവശ്യമില്ല. ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അങ്ങനത്തെ കൊട്ടാരം വിപ്ലവങ്ങൾ വളരെ കുറവാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ കുറവാണ്, നടന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ കൊട്ടാരം വിപ്ലവം. പക്ഷേ ഇവിടെ അമിത്ഷായുടെ കണക്ക് കൂട്ടുമ്പോൾ ആലോചിക്കും. മോഡി ഒരു ടേമൂടെ, ഇപ്പോൾ പിണറായി വിജയൻ ഇവിടെ ആയതുപോലെ മോഡി ഒരു ടേമൂടെ പ്രധാനമന്ത്രിയായി പിന്നെ അമിത്ഷായ്ക്ക് വല്ല ചാൻസുണ്ടോ? പിന്നെ അമിത്ഷായെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഉപരാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണൻ പറയുന്നു അമിത്ഷാ പാർലമെൻറ്റിലെ അംഗങ്ങളുടെ ശബ്ദം കേൾക്കണം, അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതെന്താ അതിന് അർത്ഥമാക്കുന്നത്? അമിത്ഷാ അങ്ങനെ ചെയ്യാറില്ലെന്നല്ലേ? അതെ, ചെയ്തുകൊണ്ടിരിക്കാൻ എടുത്ത് പറയണ്ട. അപ്പോൾ അമിത്ഷായുടെ മേലുള്ളൊരു പരസ്യമായ ഇൻഡിക്മെൻ്റാണ്
നീ കഴിവുകെട്ടവനാണ്, നിന്നെ കൊണ്ട് കൊള്ളുകയില്ല എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് പകരമാണ് ഇവരുടെ അഭിപ്രായം കൂടെ കേൾക്കണമെന്ന് പറയുമ്പോൾ ജനാധിപത്യ മര്യാദകൾ പാലിക്കാത്ത ഒരാളാണ് അമിത്ഷാ എന്ന് നമുക്കും ജനങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നും. അവിടെ അമിത്ഷായെ അങ്ങനെ താത്തിക്കെട്ടേണ്ട ആവശ്യം എന്തൊക്കെ പറഞ്ഞു മോഡിക്കുണ്ട്. അമിത്ഷാ രൂപപ്പെടുത്തുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല മോഡിയുടെ മനസ്സിലുള്ളത്. മോഡി കുറെ കൂടെ ലിബറലായി ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫോളോവർ തന്നെയായി അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ RSSന് മോഡിയും സ്വീകാര്യമല്ല, അമിത്ഷയും സ്വീകാര്യമല്ല. അപ്പോൾ ഇവർ തമ്മിൽ തെല്ലുമ്പോൾ മൂന്നാമതൊരാളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാരാണ് നമുക്കറിയത്തില്ല. ഇഷ്ടംപോലെ ആൾക്കാരുടെ പേരുണ്ട്. ഇങ്ങനെ നമ്മൾ രാജ്നാഥ് സിംഗ് തൊട്ട് ഒത്തിരി പേരുടെ പേരുണ്ട്. നിർമ്മലാ സീതാരാമൻ്റെ ഓരോ പേരാ കൊടുത്ത് വരും. പക്ഷെ മറിച്ച് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ദുർഗയായിട്ട് അവതരിപ്പിച്ച കുഴപ്പമുണ്ടോ? RSSൻ്റെ കാഴ്ചപ്പാടാതായിരിക്കും ചിലപ്പം, ആരാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അമിത്ഷായ്ക്ക് ഉള്ള പ്രാധാന്യം കഴിഞ്ഞ ഒരു 10 ദിവസത്തെ പത്രം വായിക്കുക. ഇവർ എന്തെല്ലാം അമിത്ഷായെ പറ്റി നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത്. ചാണക്യൻ, തന്ത്രൻ, മോഡിയെ നിലനിർത്തുന്നയാളെ ബി ജെ പിയിൽ നമ്പർ 1 ആണോ 2 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കം ഉണ്ടായിരുന്നു. 1 രണ്ടുണ്ടെന്നാണ് പറയുന്നത്. ബി ജെ പിയിൽ നമ്പർ 1 രണ്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഒരു നമ്പർ 1 മോഡിയും ഒരു നമ്പർ 1 അമിത്ഷായും. ഇവരുടെ അമിത്ഷായുടെ ഒപ്പം നിൽക്കുന്ന വേറൊരു മന്ത്രിയുടെ പേര് പറയാമോ? ഇല്ല, വേറെ ആളുണ്ടാവില്ല. അമിത്ഷാ സിംഗ് അതിനൊക്കെ താഴെ വരും. നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗ് ഇവർക്ക് രണ്ടുപേർക്കും താഴെ മാത്രമേ വരുന്നവരുള്ളൂ. അപ്പൊ അമിത്ഷാ ഇവരുടെ താഴെ വരേണ്ടതാ. അമിത്ഷാ ഇവരുടെ അപ്പം വലിയ തന്ത്രജ്ഞനാണ്. BJP ജയിപ്പിക്കുന്നു, BJPക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നവനാണ്, ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നവനാണ്, MPമാരെ MLAമാരെ കാല് മാറ്റാൻ ശ്രമിക്കുന്നവനാണെന്നുള്ള ഭയങ്കര ഭീകരരൂപയല്ല, ഭയാനകമായ ശക്തിയുള്ളൊരു മനുഷ്യനായിട്ടാണ് നമ്മൾ അമിത്ഷാജി കാണുന്നത്. ഇല്ലേ? എല്ലാവരും നമ്മുടെയൊക്കെ മനസ്സിൽ കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ മുമ്പിൽ അതിന് തെളിവുണ്ട്. NCP പിളർത്തിയത്, ശരത് പവാറിനെ പിളർത്തിയത്, ഷിൻഡയെ പിളർത്തിയത്, ഈ പറഞ്ഞ പോലെ RJD പിളർത്താൻ നോക്കിയത്, ഏറ്റവും അവസാനം SP പിളർത്താൻ നോക്കിയത്, ഈവൻ ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ പിളർത്തിയില്ലേ? അതെ, എല്ലായിടത്തും ഇതിനൊക്കെ പിന്നിൽ കളിച്ചത് അമിത്ഷാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ബംഗാളിൽ അതെ, ബംഗാൾ സുവേന്ദു അധികാരി കൊണ്ടുവന്നത് തോന്നുന്നു ഇത് കളിച്ചത് അമിത്ഷാ ആയിരിക്കില്ല. അയാളെ മുമ്പ് നിർത്തി വേറെ ആമ്പിള്ളേരെ ചെയ്തതായിരിക്കും. ചീത്തപ്പേര് കൊണ്ടുനടക്കാം അമിത്ഷായ്ക്ക്. അല്ല, അമിത്ഷാക്ക് ചീത്തപ്പേരല്ലല്ലോ, അതുകൊണ്ട് താനാണിത് മാസ്റ്റർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ താൻ വിചാരിച്ച അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാൻ അമിത്ഷാക്കിൽ സാധിച്ചിട്ടുണ്ട്. ഇവൻ മോദി പോലും പലപ്പോഴും വിമർശിക്കാറുള്ളത് മോദി ഒരു പപ്പറ്റാണ്, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അമിത്ഷാണ് എന്നുള്ളൊരു വിവാദം ഓൾറെഡി നിലനിർത്തുന്നതും ജയിപ്പിക്കുന്നതും ഗവൺമെന്റുകളെ മറിച്ചിടുന്നതും എല്ലാം അമിത്ഷാണെന്നുള്ളൊരു നരേറ്റീവ് ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കി എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. ആരും അതിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അമിത്ഷാ നമ്പർ 2 1 തന്നെ ആക്ട് ചെയ്യുമ്പോൾ ആ അധികാര കേന്ദ്രത്തെ ചോദ്യം ചെയ്യാൻ ആരും BJPക്കകത്ത് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എങ്ങനെ ഇത്തവണ ഗുണം കിട്ടി, ജൻസി സമരം വന്നപ്പോൾ കിട്ടിയ ഗുണം, പ്രതിപക്ഷത്തിന്റെ അറ്റാക്കിന്റെ കേന്ദ്രബിന്ദു മോനം മുഴുവൻ ആർക്കെതിരെയായി? അമിത്ഷായ്ക്കെതിരായി. ആ അവസരം ഇവിടെ ആരോ മുതലെടുക്കുന്നുണ്ട്. ആ അവസരം ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷം അവിടെ സംസാരിച്ചെന്ന് പറയുമ്പോൾ റിജുവായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമുക്കെന്താ അവർ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാനറിയാൻ പറ്റില്ല. പക്ഷെ അമിത്ഷാ ഇതിന് ഭീഷണിയാണ്, ഭാരമാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഈ പറഞ്ഞ പോലെ RSSൻ്റെ മോഹൻ ഭഗവത് യുവാക്കളുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകുന്നു. ഇന്നലെ ഏകദേശം 2000-ഓളം യുവാക്കളെ ഇരുത്തിയ സദസ്സിൽ അദ്ദേഹം യുവാക്കളോട് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ യുവാക്കളുടെ ശബ്ദം കേൾക്കണം, സമരം ചെയ്തവരെല്ലാവരും തീവ്രവാദികളല്ല എന്നുള്ള സാധനം മോഹൻ ഭഗവത് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അതിനുള്ളിൽ ചേഞ്ച് നടന്നുണ്ട്. ആന്റി മോഡിയും മുദ്രാവാക്യം വിളിച്ച ഉടനെ അമിത്ഷായുടെ പോലീസും പട്ടാളം ഉടനെ പറഞ്ഞു ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവൻ ഇന്ത്യയെ വിൽക്കാൻ നടക്കുന്നവനാണ്, ഇവൻ വിദേശചാരനാണെന്ന് അങ്ങനെ പറഞ്ഞ് അവനെ ശത്രുവായിട്ട് കാണണ്ടെന്നാണ് മോഹൻ ഭഗവത് പറയുന്നത്. സമരം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളല്ല. ആ ഒരു അത് തന്നെ ഇവർക്ക് കിട്ടിയിട്ട് അടിയില്ലേ? അത് തന്നെ ഇവർക്ക് കിട്ടിയിട്ട് അടിയാണ്. പക്ഷെ അങ്ങനെ തന്നെ അഡേറ്റ് വെച്ച് അതിൻ്റെ അർത്ഥം ഇപ്പം അധികാരം ഇപ്പം അടുത്ത പ്രാവശ്യം അമിത്ഷായ്ക്കാണ് കിട്ടുന്നെങ്കിൽ ഇത് ഒത്തിരി ഇതിനേക്കാൾ പ്രത്യാഘാതങ്ങളുണ്ടാവും. മോഡി ഇതിനേക്കാൾ കൂടുതലും മോഡി കുറേ കൂടെ ട്രേഡുണ്ട്. അദാനി അംബാനി തുടങ്ങിയ ആൾക്കാരുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതിൽ കോട്ടം വരുന്നൊന്നും മോഡി തൽക്കാലം ചെയ്യില്ല. നാളെ ചെയ്യുമെന്ന് നമുക്ക് പറയാം. പക്ഷെ അമിത്ഷായ്ക്ക് അങ്ങനത്തെ ബാധ്യതകളില്ല. അമിത്ഷായ്ക്ക് സെക്കുലർ ഏറ്റവും നല്ലത് ഒരു ഹിന്ദു രാജ്യം പഴയവരെ മൗര്യ സാമ്രാജ്യം എന്നോ ഒക്കെ പറഞ്ഞ് ഗുപ്ത സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന പോലെ ഹിന്ദുക്കളുടേതായൊരു ഇതാണ് അങ്ങരുടെ നരേറ്റീവ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിനുവേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ RSSനും BJPക്കൊക്കെ കുറേ ബോധോദയം വെച്ചിട്ടുണ്ട്. 2024 വരെ ഈ പറഞ്ഞ പോലെ ഈ RSS അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി ഇംപ്ലിമെൻ്റ് ചെയ്താൽ വിജയിക്കാൻ പറ്റും. പക്ഷേ 2024 ഈ പറഞ്ഞ പോലെ UPയിൽ
ഈ ബാബരി മസ്ജിദ് പൊളിച്ചു കൊടുത്ത് അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചത് UP ഒന്നടക്കം തൂത്തുവാറി 80 സീറ്റുകളിൽ ഉണ്ടായതോടോ 80 BJP കിട്ടുമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 76 വരെ സീറ്റ് കിട്ടിയത് UP-യിൽ. ഞാനും എന്തിനാ വിചാരിച്ചത്. പക്ഷേ ബാബരി ഈ പറഞ്ഞ പോലെ അയോധ്യ ഉണ്ടാക്കിയിട്ട് പോലും അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹിന്ദു സൈക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് സഹിഷ്ണുതയുടെ സൈക്കാണ്. മതപ്രചരണത്തിന് ഒരു രാജാവും യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. ഉണ്ടോ? ഹിന്ദു മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഒരു രാജാവും ചന്ദ്രഗുപ്തമായിരുന്നു അശോകൻ ആരും പോയിട്ടില്ല, യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. ബുദ്ധമത പ്രചരണത്തിന് പോയിട്ടുണ്ട് അശോകൻ. അങ്ങനെ ആ കൾച്ചറുള്ള ഒരു സമൂഹത്തെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവർ നോക്കിക്കൊണ്ടിരുന്ന ഹിന്ദു സമൂഹത്തെ പ്രൊവോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അല്ല, അത് ഇതുവരെ വർക്ക് ചെയ്തായിരുന്നു സാധനം. ഇത്രയും കാലം BJP കൃത്യമായിട്ട് ഹിന്ദുത്വ സാധനം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പല സ്ഥലത്തും. പഞ്ചാബ് വർക്ക് ചെയ്തോ? പഞ്ചാബിലും അല്ല, അവിടെ സിഖ് സമൂഹം ബംഗാളിൽ വർക്ക് ചെയ്തോ? ബംഗാളിൽ എൻ്റെ ഡിഫറെന്റ് കൾച്ചർ. പക്ഷേ ലാസ്റ്റ് വെച്ച് അതും വർക്ക് ചെയ്തു. ഈ 2026 ഇലക്ഷനിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ഒറീസയിൽ എങ്ങനെ വർക്ക് ചെയ്ത്? എങ്ങനെ ഒരു വിഭാഗത്തെ ഒഡീസയിൽ പറഞ്ഞ പോലെ ജയ് ശ്രീരാം മാറ്റി ജയ് ജഗന്നാഥ് എന്നുള്ള ഒരു ക്യാമ്പയിനിങ് അവരെടുത്തായിരുന്നു. ഹിന്ദു സ്പിരിറ്റിനെ വെച്ചാണ് ഇവർക്ക് ജയിക്കുന്നതെങ്കിൽ ഇവർക്ക് വേറെ ആരെയും കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. അല്ല, അവർ ജയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ അങ്ങനെയാണ് ജയിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ശിവാജി ഛത്രപതി ശിവാജിയുടെ പേരിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ശിവസേന അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കൾട്ടിനെ BJP മുതലെടുത്തു എന്നുള്ളതാണ്. അല്ല, ഈ പറഞ്ഞ പോലെ അവിടെ ഒതുക്കുക എന്നുള്ള സാധനമാണല്ലോ അവർ പറയുന്നത്. ഈ പറഞ്ഞ പോലെ യഥാർത്ഥ ശിവസേന അല്ലെങ്കിൽ യഥാർത്ഥ ഹിന്ദുക്കൾ ശിവസേനയിൽ ചേരാൻ പറ്റില്ല. അവർ പലതരത്തിൽ വിടുവീഴ്ത്തകൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ശിവസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJP-യോടെ ചേർന്ന് നിൽക്കുന്നതാണ്. മാത്രമല്ല അതിനുശേഷം ഏകനാഥ് ഷിൻഡെ വിഭജിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്നത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ BJP അത് ഒന്നുകൂടെ എനിക്കും കിട്ടണം, ക്ലാരിറ്റി കിട്ടണം. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് ഞാൻ അവിടെ മഹാരാഷ്ട്രയിൽ പോയതാണ്. പ്രകാശ് അംബേദ്കറിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞാനവിടെ പങ്കെടുത്തു. അപ്പോൾ എനിക്കറിയാം നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ BJP എന്ത് സാധനമാണ് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംബേദ്കർ, പ്രകാശ് അംബേദ്കർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് വേണ്ടി വന്നതാ ബഹുജൻ സമാജ്വാദി പാർട്ടി. അപ്പം ഒരു മൂവ്മെൻ്റാണ് അവരത്. ജയിച്ചില്ല, അത് അവർ തോറ്റു. എന്നിരുന്നാൽ പോലും 2ാം സ്ഥാനത്ത് വരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പം ഇത്തരത്തിൽ അവിടെ പോയി വർക്ക് ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു അവിടെ എന്തുകൊണ്ട് BJP വർക്ക് ചെയ്യുന്നു, BJPക്ക് ഫംഗ്ഷൻ. BJPയുടെ അവിടെ ഏറ്റവും വെല്ലുവിളി ശിവസേന എന്ന് പറയുന്നൊരു സാധനം ഹിന്ദുത്വ വോട്ട് പിടിക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ BJPക്ക് അവിടെ വേറെ ഹിന്ദുത്വം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ശിവസേന ഇവർ പിളർത്തി യഥാർത്ഥ ശിവസേന ഇവരല്ല മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് കൃത്യമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവിടെ വിജയിച്ചു സാധനം. അപ്പോൾ BJP എക്കാലത്തും ഹിന്ദുത്വ ഐഡിയോളജി കളിച്ചിട്ടുണ്ട്. അത് ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് സ്ട്രോങ്ലി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മറുപടി ഇപ്പം തന്നെ പറയണോ? ഹിന്ദുത്വ ഐഡിയോളജി നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ BJPയുടെ ഭാഗത്തേക്ക് ചേക്കേറിയ എല്ലാവരും തന്നെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ടവരാണ്. ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ. ഇപ്പം രാജീവ് ഗാന്ധിക്കെതിരായിട്ടുണ്ടായത് പോലും ബോഫേഴ്സ് അഴിമതി ആരോപണമാണ് ഉണ്ടായത്. അങ്ങനെയാണ് കോൺഗ്രസ് തകരുന്നത്. BJPക്കാരുടെ എല്ലാ ഗവൺമെൻറ്റുകളും ഇവിടെ യെദ്യൂരപ്പ കർണാടകത്തിൽ യെദ്യൂരപ്പയുടെ അഴിമതിയുടെ മൂർധന്യത്തിലെത്തിയോണ്ടാണ് അവിടെ കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റിയത്. തിരിച്ചു നമുക്ക് കാണാൻ ഇവിടെ മഹാരാഷ്ട്ര ചെല്ലുമ്പോൾ ആരാ ഉള്ളത്? ഗഡ്കരിയാണ് ഉള്ളത്. മഹാരാഷ്ട്രയുടെ നേതാവ് ഗഡ്കരിയ. ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന BJP മന്ത്രി ആരാ? അപ്പോൾ ഇപ്പുറത്തുള്ള അഴിമതിക്കാരെ ഗഡ്കരിക്കറിയാം. പവാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണെന്ന് ഗഡ്കരിക്കറിയാം. അഴിമതി അവരെയാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓരോ സ്ഥലത്തും നോക്കൂ. മറിച്ച് പിന്നെ രണ്ടാമതൊരു ഹിന്ദുത്വം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പറയുക ശശികല ടീച്ചറും ഗോപാലകൃഷ്ണനൊക്കെ പറയുന്നത് RSS നേതാക്കന്മാർ പറയാതെ മാറി നിൽക്കും, മാന്യന്മാരായിട്ട് നിൽക്കും. അതൊരു വലിയ ടാക്ടിക്സ് അവരുടെ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയുന്നു, അമിത്ഷായും മോഡിയായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അവസരം RSS മുതലാക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അമിത്ഷായ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ. പക്ഷേ ഇത് നാളെ മോഡിയിലേക്ക് എത്തും. അങ്ങനെ തന്നെ ഇപ്പോൾ ഞാനും വിചാരിക്കുന്നത്. ഇപ്പം നേരത്തെ നാം പറഞ്ഞു നിർത്തിയിൽ ഞാൻ കംപ്ലീറ്റ് ആകുന്നു. ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് നിന്ന് ഇപ്പം ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. കോൺഗ്രസിൻ്റെ സന്നദ്ധ സഹചാരിയായിരുന്നു അസമിലെ. ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ രാഷ്ട്രീയം വീക്ഷിക്കുന്നതുകൊണ്ട് ഒരുപാട് കാലം ആയില്ല, പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അല്ലാണ്ട് അത് മോദിയോ യോഗിയോ അതല്ലെങ്കിൽ അമിത്ഷാ ഒന്നുമല്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ വർഗീയവാദി അത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അതിനുശേഷമുള്ള മറ്റേ ഏത് നേതാക്കന്മാരെയും ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഇത്തരത്തിൽ BJP ഈ പറഞ്ഞ പോലെ വർഗീയത പറയുന്നുണ്ട്, തുപ്പുന്നുണ്ട്, ഹിന്ദുത്വ മതസ്പർദ്ധ വെച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് ഉത്തരേന്ത്യയിലായാലും ഈവൻ നമ്മളെ പല മണ്ഡലങ്ങളും ഇപ്പം ഗുരുവായൂർ ഒരു ഫ്ലെക്സ് ബോർഡ് അടക്കം വെച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള MLA-മാരുടെ പേരുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ സാധനം തന്നെയാണ്. അതില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് പരിധിവരെ വർക്ക് ചെയ്തായിരുന്നു. 2024 ശേഷം മോദി ജയ് ശ്രീരാം എന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഹി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എനി മോർ എന്നുള്ള സാധനം മോദി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം പല മണ്ഡലങ്ങളും മാറാൻ തുടങ്ങി. ഇപ്പോൾ ഈവൻ ഈ പറഞ്ഞ പോലെ ബംഗാളിൽ മത്സരം നടന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ജയ് ശ്രീരാമൻ വിളിച്ചില്ല, അവിടെ അവർ മാറ്റി പിടിച്ചു. കാരണം അവിടെ സന്ദർഭം അനുസരിച്ച് BJP മാറ്റാൻ തുടങ്ങി. 2024 വരെ ജയ് ശ്രീരാമായിരുന്നു.
പക്ഷേ ജയ് ശ്രീറാം വരെ വർക്ക് ചെയ്തില്ല UP എന്നുള്ളതാണ്. കാരണം അയോധ്യ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചത് 80 സീറ്റുകൾ 80 കിട്ടും എന്നുള്ളത്. കാരണം അതിന് മുമ്പത്തേൽ 70 സംതിങ് സീറ്റ് കിട്ടിയതാണ്. പക്ഷേ ഈ പ്രാവശ്യം അത് കുത്തനെ മാറിപ്പോയി. 43-44 സീറ്റ് കിട്ടിയത് ഇന്ത്യ മുന്നണിക്കാണ്. വെറും 36 സീറ്റ് മാത്രമാണ് NDAക്ക് UP കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അക്ഷരത്തിൽ ഞാൻ ഒരു അന്തം വിട്ടു പോയൊരു സാധനമാണത്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇതെല്ലാം വിരൽച്ചുകൊണ്ടത് വരെയുള്ള കൃത്യമാണ്. ഹിന്ദുത്വ ഐഡിയോളജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും പതിയെ ഇല്ലാണ്ടാകുന്നു. ഇനി അത് ഒരുപാട് കാലം വെച്ച് മുമ്പോട്ട് പോകാൻ BJPക്ക് സാധിക്കില്ല. പകരം ആൾട്ടർനേറ്റീവ് സാധനം കണ്ടുപിടിക്കണം എന്നുള്ളതോട് BJP എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യുവാക്കളെ നേരിട്ട് കാണാൻ RSSും ഇവർ പല നേതാക്കന്മാരും രഹസ്യമായിട്ട് രംഗത്തെത്തിയിരുന്നു. ഈവൻ മോദി പോലും ഇന്നലെ രാത്രി വരെ മോദി ഒരു ട്വീറ്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. ഇതുവരെ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത മോദി ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ്. കാരണം യുവാക്കൾ നല്ലൊരു ശതമാനം ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ 13-നും അതുപോലെ തന്നെ 36-37 വയസ്സിനിടയിലുള്ള ആൾക്കാർ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രായക്കാർ ഇരിക്കുന്ന സാധനം ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോദി വീണ്ടും രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ മോദിക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ഇത്രയും വെച്ച കാലം വെച്ച് മെഷീനറി എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത് ഈ 36 വയസ്സിന് മുകളിലുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വെച്ചാണ്. പക്ഷേ അതിന് ശേഷമുള്ള യുവാക്കൾ, ഇന്ത്യയിൽ 65% വരുന്നത് യുവാക്കളാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മോദി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ മോഹൻ ഭാഗവതും കൃത്യമായി ഈ പറഞ്ഞ പോലെ യുവാക്കളോടുള്ള സംവദിക്കാനുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട 2000 യുവാക്കൾ വരുന്നതിനെ സംബന്ധിച്ചൊക്കെ അപ്പോൾ കാര്യങ്ങൾ മോദിക്കും യോഗിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാര്യങ്ങളുടെ പോക്ക് ശരിയല്ല എന്നുള്ളതും ഇത് കൃത്യമായിട്ട് RSS മുതലെടുക്കുന്നു എന്നുള്ളതും വളരെ കൃത്യമാണ്. അമിത്ഷാ ഒതുക്കുന്നു എന്നുള്ള സാധനം എനിക്കും ഏറെക്കുറെ മോഡി ഒതുക്കപ്പെടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. അതെ, മോദി ഒരു വശത്ത് കാരണം പറയാണ്ട് പറയുന്നതെല്ലാം മോഡി കിട്ടാനുള്ളതെല്ലാം കിട്ടി. ആ കൊട്ട് അങ്ങനെ തന്നെയാണല്ലോ. ഗവൺമെന്റ് എതിർക്കുന്നവരെല്ലാവരും ഈ പറഞ്ഞ പോലെ തീവ്രവാദികളല്ല എന്ന ഭഗവത് പറയുന്നുണ്ടെങ്കിൽ അതെ, ആ സ്റ്റേറ്റ്മെന്റ് വിരൽ ചൂണ്ടുന്നു. മോദിയുടെ പേരവിടെ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. കാര്യങ്ങൾ പറയുന്നത് മോദിയിലോട്ടാണ്. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു യോഗിയുടെയും മോദിയുടെയും അല്ലെങ്കിൽ അമിത്ഷായുടെയും എല്ലാം കാര്യം കഴിഞ്ഞു വരുന്നു. RSS പിന്നിൽ നിന്നും വേറെ ഏതോ നേതാവിന് മുമ്പിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. വളരെ കൃത്യം. ഒരു ഒറ്റ വാചകം പറഞ്ഞ് നിർത്താം. നാളെ അമിത്ഷാ അദ്വാനിയുടെ അനുഭവം ഓർക്കുന്നത് നന്നായിരിക്കും.